ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റുഡിയോയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ചെലവ് ചുരുങ്ങിയ ഒരു ലൈറ്റ് എങ്ങനെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോ എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷും സാധാ ഒരു LED ബൾബിൻ്റെ ലൈറ്റും വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പാണ്. ഇനി നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ആ പിക്ചറിൽ വരുന്ന ഒരു വ്യത്യാസം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള ലൈറ്റിൽ നിന്ന് വരുന്ന വെളിച്ചാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ലൈറ്റ് എങ്ങനെ നിർമ്മിച്ചെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു GIൻ്റെ മെറ്റൽ ഷീറ്റാണ്. അത്യാവശ്യം ഒരു തിക്നെസ് ഉള്ള ഷീറ്റാണിത്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത് സൈഡൊക്കെ ഇതിൻ്റെ മൂർച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് കട്ടർ വെച്ചിട്ട് വരതിയൊക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വേണ്ടത് ഈ LED ബൾബിൻ്റെ ലൈറ്റിൻ്റെ സ്ട്രിപ്പാണ്. ഇതൊരു 6 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ ഇവിടെ സെറ്റ് ചെയ്യാണ് ചെയ്യുക. 6 എണ്ണം ഈ മെറ്റൽ ഷീറ്റിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ 6 എണ്ണം ഫുള്ള് ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ളത് ഹോളുകൾ ഇട്ട് കൊടുക്കണം. അതുപോലെ ഈ 6 വയർ കയറാനുള്ള ഹോളുകൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഈ സൈഡ് വരുന്ന ഭാഗം ഏകദേശം 1 ഇഞ്ച് കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി മടക്കി കൊടുക്കണം. 2 സൈഡും മടക്കി കൊടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് ഹോൾ ചെയ്ത് ബെൻഡ് ചെയ്തെടുക്കാം. ഈ ഷീറ്റ് സാധാരണ GI ഷീറ്റാണ്. ഇതിന് ഏറ്റവും ബെറ്റർ അലുമിനിയാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇതായതുകൊണ്ട് ഇത് എടുത്തു എന്ന് മാത്രം. അലുമിനിയം ആകുമ്പോഴൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലൈറ്റിൻ്റെ സ്ട്രിപ്പ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഒരു ഹീറ്റ് സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യും. പെട്ടെന്ന് അത് കൂളാവും. അപ്പോൾ നമ്മളെ ലൈറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നില്ല. ആ ഒരു ഗുണമുണ്ട്. പിന്നെ ഞാനിതിൽ ഈ മടക്കേണ്ട ഭാഗം കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഹാൻഡ് കട്ടർ വെച്ചിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ഇച്ചിരി ഒരു മാർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഒരു ചെറിയൊരു ചാല് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒടിഞ്ഞു പോകുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതിനോടുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എഡ്ജ് ഇത് മടക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഈ ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. അത് വെട്ടിരുമ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ഇത്ര വൃത്തിയായി കിട്ടിക്കോളുന്നില്ല. ഇനി ഞാനിതൊന്ന് ബെൻഡ് ചെയ്തിട്ട് ഇതിന് വേണ്ട ഹോളുകൾ ചെയ്തെടുക്കാം. ഷീറ്റ് ഞാൻ വളരെ നീറ്റായിട്ട് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലൈറ്റ് സ്ട്രിപ്പ് സെറ്റ് ചെയ്യാം. മൊത്തം ഞാൻ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പുറകിലൊരു വയർ കണക്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലൈറ്റ് സ്ട്രിപ്പ് ഇവിടെ മൊത്തമായിട്ട് സ്ക്രൂ ചെയ്തെടുക്കാം. എല്ലാ ലൈറ്റ് സ്ട്രിപ്പിലും ഞാൻ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് തേച്ചിട്ട് ഇതുപോലെ സ്ക്രൂ ചെയ്തെടുക്കുകയാണ്. ഇനി ഒന്നും കൂടെ ബാക്കിയുള്ളൂ, അതുകൂടെ ഞാൻ സ്ക്രൂ ചെയ്തെടുക്കാം. ലൈറ്റ് സ്ട്രിപ്പ് ഞാൻ മൊത്തമായിട്ട് ഇതിൽ സ്ക്രൂ ചെയ്ത് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടൊക്കെ പേസ്റ്റൊക്കെ തേച്ചതിന് ശേഷം ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വയറുകൾ സോൾഡർ ചെയ്തിട്ട് ഈ വയർ കണക്ടറിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം. 6 ലൈറ്റ് സ്ട്രിപ്പിന് ഞാൻ വയർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഈ റെഡ് വയറുകൾ ഒരുപോലെ ജോയിൻ്റ് ചെയ്യുക ഈ കണക്ടറിൽ കൊടുക്കുക. അതുപോലെ ബ്ലാക്ക് വയറും ഒരുപോലെ ജോയിൻ്റ് ചെയ്യുക ഈ കണക്ടറിൽ കൊടുക്കുക ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം. ഈ കണക്ടറിൽ നമ്മൾ വയർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ബോഡിയിൽ വയറിന് വരുന്ന ഒറ്റ ചെറിയൊരു കോപ്പറിൻ്റെ പീസ് ഇതിൽ ടച്ചായി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഈ വയർ കണക്ടറിൻ്റെ പുറകിൽ ചെറിയൊരു എക്സ്റേൻ്റെ ചെറിയൊരു ഫിലിം പീസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലത്തെ ചെറിയൊരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി വയർ കണക്ട് ചെയ്തെടുക്കുക. എക്സ്റേ ഫിലിം ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണക്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓരോ സ്ട്രിപ്പിലേക്കും ഓരോ പീസ് വയറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിനും സെപ്പറേറ്റ് ആണ് കണക്ഷൻ ചെയ്തിട്ടുള്ളത്. ഒന്നൊന്നിലേക്ക് ലിങ്ക് ചെയ്തിട്ടല്ല എടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ട്രിപ്പ് പോയി കഴിഞ്ഞാൽ മാറ്റിയിടാനൊക്കെ കുറച്ച് പ്രയാസമാണ്. പിന്നെ ഇതിലൂടെ വയറുകൾ കൂടുതലായിട്ട് നമ്മൾ കയറി ഇറങ്ങും. ഇതിൽ നിന്ന് പോകുന്ന 2 വയർ ഇതിലേക്ക് പോകും. അങ്ങനെ പോകും. പിന്നെ ഒന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അടുത്തത് കത്താതെ വരും. ഇതാകുമ്പോൾ നമുക്ക് ഒന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും മറ്റുള്ളത് കത്തും എന്നുള്ളൊരു ഗുണമുണ്ട്. പിന്നെ നമ്മൾ ഈ ഹോളിൽ കൂടെ 4 വയറൊക്കെ കടത്തി വിടുമ്പം എപ്പോഴും ഷോർട്ടാണുള്ള സാധ്യതയുണ്ട് ചൂടായിട്ട്. അതിന് ഞാനിവിടെ സ്ലീവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് 2 ഇഞ്ച് വയർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കണക്ടറിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. 6 സ്ട്രിപ്പിൻ്റെ വയറുകൾ ഞാനിവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 2 വയർ കണക്ട് ചെയ്തിട്ട് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നമുക്ക് ഇവിടെ ഇതിന് പിടിക്കാനുള്ള ഒരു ചെറിയൊരു പിടി എന്തെങ്കിലും ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഏതായാലും 2 വയറുകൾ ഞാനിവിടെ സെറ്റ് ചെയ്തെടുക്കട്ടെ. ലൈറ്റിൻ്റെ പുറകിൽ ഞാനിവിടെ ഒരു PVC പൈപ്പ് ഞെട്ടും ബോൾട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 വയർ കണക്ട് ചെയ്തിട്ട് ഈ പൈപ്പ് കൂടെ ഇറക്കിയിട്ട് ഇതിലെ പുറത്തേക്ക് എടുക്കണം. ഇവിടെ നമ്മൾ ഫ്രീ ആക്കി ഇട്ടേക്കാണ്.
ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്കൊരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ലൈറ്റിന്റെ പുറകിൽ ഇപ്പൊ നമ്മള് വയറെല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ ഈ PVC പൈപ്പ് കൂടെ അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഹൈറ്റിനനുസരിച്ച് ഇവിടെ ഒരു 3/4 ഇഞ്ച് പൈപ്പ് ഇട്ടാൽ നമുക്ക് എത്ര ഹൈറ്റിലേക്ക് ഇത് കൂട്ടാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്കിത് വീടിന്റെ പുറത്തൊക്കെ ഉപയോഗിക്കുക. ഈ ലൈറ്റ് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഞാൻ ഈ വയറ് എല്ലാം കണക്ട് ചെയ്തു. അതുപോലെ ഇതിന്റെ 3 പിൻ സോക്കറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലഗ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളെ ലൈറ്റിന്റെ ഇപ്പം മൊത്തമുള്ള ഒരു രൂപം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല വൈറ്റ് കളർ എനാമലൊക്കെ ചെയ്ത് കൊടുക്കാം. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഈ ഷോട്ട് എടുക്കുന്നത് എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷും ഈ ഹാളത്തെ ഒരു LED ബൾബും വെച്ചിട്ടാണ്. ഇതാണിപ്പോൾ അതിൻ്റെ ഒരു പിക്ചറിൻ്റെ ഒരു ക്ലിയർ എന്ന് പറയുന്നത്. ഈ ലൈറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് 12 വാട്ട്സിൻ്റെ LED ബൾബിൻ്റെ സ്ട്രിപ്പ് 6 എണ്ണാണിത്. വാട്ട്സ് കൂടുമെന്നുള്ള പേടിയൊന്നും വേണ്ട, കാരണം സാധാരണ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ കൂടുതൽ സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് കഴിയും. ഇനിയിപ്പം വീട്ടിൽ നമുക്കിത് പുറത്തൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വെളിച്ചം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ലൈറ്റ് ഇട്ടിട്ട് എടുക്കുന്നതും ഈ ലൈറ്റ് ഇല്ലാതെ എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിത് നേരെ തിരിച്ചു വെച്ചിട്ട് ഒരു ഷോട്ട് ഇതേപോലെ തന്നെ, ഇത് കട്ട് ചെയ്യാതെ തന്നെ എടുക്കുകയാണ്. നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ലൈറ്റ് ഇല്ലാതെയുള്ള ഒരു ഷോട്ടാണ്. ഇനി നമുക്ക് ഈ ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ലൈറ്റ് ഓൺ ചെയ്തപ്പം ഈ വീഡിയോയിൽ വന്ന വ്യത്യാസം നിങ്ങൾ നോക്കുക, വളരെ ക്ലിയർ ആണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം തെളിഞ്ഞ് കാണുന്നുണ്ട്, നല്ല വെളിച്ചമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ ചെലവ് കുറവാണ്. ഈ LED ബൾബിന്റെ സ്ട്രിപ്പിന് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20 രൂപ റേറ്റ് വരുള്ളൂ, അതിൽ കൂടുതലൊന്നും റേറ്റ് ഇല്ല. ലൈറ്റിന്റെ മേലെ നമുക്ക് ഒരു വൈറ്റ് ഗ്ലാസ് പോലെ എന്തെങ്കിലും കൊടുത്തിട്ട് നല്ലൊരു സ്റ്റുഡിയോ ലൈറ്റ് ആക്കി വളരെ സെറ്റപ്പ് ആക്കി എടുക്കാനും പറ്റും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.